പണ്ട് നമ്മൾ കണ്ണൻ ദേവൻ ചായപ്പൊടിയുടെ പരസ്യം നമ്മുടെ ലാലേട്ടൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ വരുന്ന പരസ്യം നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. പക്ഷേ ബിഗ് ബോസ് മലയാളം സീസൺ 6 ചായക്ക് സ്വാദ് കൂടുന്നത് ജാസ്മിന്റെ തുമ്മൽ വീഴുമ്പോഴാണ്. ഇന്നലത്തെ ശനിയാഴ്ചയിലെ ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ്, ലാലേട്ടൻ വന്ന 3-ാം ആഴ്ചയിലെ ആദ്യ വീക്കെൻഡ് എപ്പിസോഡിൽ അവസാനമായി കാണിച്ച ജാസ്മിൻ ചായയിലേക്ക് തുമ്മിയിട്ട് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സീൻ അപ്സര തൊട്ടടുത്തുണ്ടായിരുന്നു. ജാസ്മിൻ ആ ചായ എടുത്ത് ഒരു കപ്പിൽ നിന്ന് മറ്റൊരു കപ്പിലേക്ക് ആറ്റാനായിട്ട് ഇങ്ങനെ ഒഴിക്കുന്നു. ആ ഒരു സമയത്ത് ആ ഒരു ചായ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പാത്രവും കപ്പിന്റെയും തൊട്ടടുത്ത് ജാസ്മിൻ ഒരു 3-4 പ്രാവശ്യം അങ്ങോട്ട് നിന്ന് തുമ്മുന്നുണ്ട്. ഇത് കണ്ട അപ്സരനോട് ജാസ്മിൻ പറയുന്നുണ്ട്, കുഴപ്പമില്ല, നമ്മളെ കണ്ടിട്ടുള്ളൂ, ചായക്ക് കുറച്ച് സ്വാദ് കൂടിക്കോട്ടെ എന്ന്. എന്നിട്ട് എല്ലാവർക്കും കൊണ്ടോ ഈ ചായ കൊടുക്കാണ്. അവരാരും ആ ഒരു സമയത്ത് ഈ ഒരു തുമ്മുന്നതോ അല്ലെങ്കിൽ ജാസ്മിന്റെ തുപ്പൽ വീഴുന്നതോ ഒന്നും ആരും കണ്ടിട്ടില്ല. എല്ലാവരും ചായ നല്ല സ്വാദെന്നും പറഞ്ഞ് ആസ്വദിച്ച് കുടിക്കുകയാണ്. നമ്മുടെ ജിൻഡോന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ മറ്റുള്ളവർ കുടിച്ചതിനേക്കാളും ഒരു ഗ്ലാസ് കൂടുതൽ കുടിച്ച വ്യക്തിയാണ് ജിൻഡോ എന്ന് പറയുന്നത്. ജിൻഡോ മറ്റുള്ളവർ കഴിക്കുന്നതിനേക്കാളും കുറച്ചധികം കഴിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ബിഗ് ബോസിൽ. അപ്പോൾ കുറച്ച് കൂടുതൽ പുള്ളി കഴിച്ചും പോയി. അപ്പോൾ ജിൻഡോ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും, ചായക്ക് നല്ല ടേസ്റ്റ് ആണല്ലോ, അടിപൊളി ചായ, എൻ്റെ പവർ റൂമിന്റെ പവർ വെച്ചിട്ട് ജാസ്മിനോട് പറയണം, ഇനി മുതൽ നീ തന്നെ ചായ ഇട്ടാൽ മതി, അടിപൊളി ചായയൊക്കെ ആണെന്നൊക്കെ ജിൻഡോ മനസ്സിൽ വിചാരിച്ച് കാണും. ദെൻ ഇന്നലെ ലാലേട്ടൻ ഈ ഒരു വിഷ്വല് കാണിച്ചതിന് ശേഷം എല്ലാവരും ആ ഒരു എപ്പിസോഡിന്റെ ഷൂട്ട് കഴിഞ്ഞ് പിന്നെ ബാത്റൂമിലേക്ക് ഓടി അവിടെ മൊത്തം ഛർദ്ദിച്ച് നാശമാക്കി എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ആ ഒരു വീഡിയോ കണ്ടായിരിക്കും അവിടെ മനസ്സമാനത്തോടു കൂടി ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് വേറെ കാര്യം. നമ്മുടെ ഗബ്രിയും അതുപോലെ തന്നെ നോറയോ അങ്ങനെ 2-3 പേരൊഴിച്ച് ബാക്കി എല്ലാവരും നേരെ ബാത്റൂമിലേക്ക് ഓടി നല്ല രീതിയിൽ അവിടെ വാള് വെച്ച് ഒരവശതയായി എന്നുള്ള കാര്യമാണ് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നത്. അൺഒഫീഷ്യലായിട്ട് അറിയുന്നതാണ്. ഇതൊന്നും എപ്പിസോഡിൽ കാണിക്കത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ സീനൊക്കെ വെച്ച് കാണിച്ചു, അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണലി ഒരാളെ അപമാനിക്കുന്ന രീതിയിലാവുന്നതുകൊണ്ട് ബിഗ് ബോസിൽ അത് കാണിക്കാനായിട്ട് ഒരു വഴിയുമില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പൊ ശനിയും ഞായറും 24/7 ലൈവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ രാത്രി ലാലേട്ടൻ വരുന്ന എപ്പിസോഡുകൾ ലൈവായിട്ട് കാണിക്കാത്തതുകൊണ്ട് ഇതെല്ലാവരും അറിയണമെന്നില്ല. എന്തായാലും ഇന്നലെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, നമുക്ക് ഇത്തരത്തിലൊരു വിഷ്വല് കണ്ടതിന് ശേഷം അതും അത്രയും അടുത്ത് നിന്ന് ജാസ്മിന്റെ ആ ഒരു തുമ്മൽ ശരിക്കും ആ ഒരു ചായയിലേക്ക് വീഴുന്ന രീതിയിൽ, അതും ഒരു 3-4 പ്രാവശ്യം അങ്ങനെ ഇതൊക്കെ കണ്ട ആൾക്കാർക്ക് മനസ്സമാധാനത്തോടു കൂടി അവിടെ ഇരിക്കാൻ പറ്റില്ല. അവരങ്ങനെ ചെയ്യും. നമ്മുടെ ജിൻഡോ ആയിരിക്കും ആദ്യം തന്നെ ബാത്റൂമിലേക്ക് ഓടിയിരിക്കുന്നത്. കാരണം മറ്റുള്ളവർ കഴിച്ചതിനേക്കാൾ കൂടുതൽ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ഗബ്രിക്ക് അത് വിഷയമല്ല. ഗബ്രി അത്തരത്തിൽ ഒന്നും ജാസ്മിനോട് പറഞ്ഞില്ല, ജാസ്മിനെ കുറ്റവും പറഞ്ഞില്ല. ആ ഒരു സമയത്തും ജാസ്മിന്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഗബ്രി അവിടെ ഉണ്ടായിരുന്നത്. എന്തൊക്കെയായാലും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ജാസ്മിനോട് ഒരു വൈരാഗ്യം പോലെയൊക്കെ തോന്നി കാണും. ഇനി ജാസ്മിൻ പച്ചവെള്ളം കൊണ്ടുപോയി കൊടുത്താൽ പോലും കുടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്